ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര എത്ര ഭാഗ്യമേ ഞാൻ യേശുവിന്റെ സ്വന്തം. ഓ ജീവൻ തന്നു വീണ്ട സ്നേഹബന്ധം, തന്റെ മാവിൻ ചൂഴലിൽ ആയുരന്തം ഞാനും ചേർന്നു വാഴും എന്താനന്ദം. എത്ര ഭാഗ്യമേ ഞാൻ യേശുവിന്റെ സ്വന്തം. ഓ ജീവൻ തന്നു വീണ്ട സ്നേഹബന്ധം, തന്റെ മാവിൻ ചൂഴലിൽ ആയുരന്തം ഞാനും ചേർന്നു വാഴും എന്താനന്ദം. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജപാതീയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവന്ദനീയമേ. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജപാതീയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവന്ദനീയമേ. ലോകം നൽകാത്ത സമാധാനം, ഓ ക്രിസ്തുവിങ്കൽ ഞാൻ കണ്ടു ഭാഗ്യം. ഇന്നൻ ഹൃത്തിൽ നിറയും നവഗാനം, യേശു തന്ന നിത്യമാം രക്ഷാദാനം. ഈ ലോകം നൽകാത്ത സമാധാനം, ഓ ക്രിസ്തുവിങ്കൽ ഞാൻ കണ്ടു ഭാഗ്യം. ഇന്നൻ ഹൃത്തിൽ നിറയും നവഗാനം, യേശു തന്ന നിത്യമാം രക്ഷാദാനം. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജപാതീയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവന്ദനീയമേ. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജപാതീയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവന്ദനീയമേ. ലോകവാസവും പരദേശം, നിത്യ സ്വർഗനാടല്ലോ എൻ സ്വദേശം. വേണ്ട ലോക ഇമ്പമോ ലവലേശം, ഇനി ക്രൂശിൻ ക്ലേശം താനെന്നാവേശം. ലോകവാസമോ വേറും പരദേശം, നിത്യ സ്വർഗനാടല്ലോ എൻ സ്വദേശം. വേണ്ട ലോക ഇമ്പമോ ലവലേശം,
ഇനി ക്രൂശിൻ ക്ലേശം താനെന്നാവേശം. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജ പാപിയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവർണ്ണനീയമേ. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജ പാപിയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവർണ്ണനീയമേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനത്തിൻ്റെ അരികിലായിരിക്കാൻ കർത്താവ് നമുക്ക് ഒരവസരം കൂടി തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമുക്ക് വായിച്ചേക്കാം. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ജ്ഞാനം ദൈവദൃഷ്ടിയിൽ അത് ഭോഷത്വമാണ്. മനുഷ്യൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ എന്ന് അവിടെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. 1 കൊരിന്ത്യർ 1-ന്റെ 18-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതും അറിയാവുന്നതുമായ വാക്യമാണ്. ഞാൻ ധാരാളമായി കേട്ടിട്ടുള്ളതുമാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ക്രൂശിൻ്റെ വചനം അത് 2 വിധത്തിലാണ് മനുഷ്യനിൽ പരിവർത്തിക്കുന്നത് എന്ന് അവിടെ നാം വായിക്കുകയാണ്. ഒന്ന്, അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, വിലയില്ലാത്തതാണ്, അത് മനുഷ്യന് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, രക്ഷിക്കപ്പെടുന്നവർ. യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, അവർക്ക് ആ വചനം വിലയുള്ളതാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഒരു വിഭാഗം ആളുകൾക്ക് അത് ഭോഷത്വമാണെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിന് അത് ശക്തിയായി, ആത്മാവിൽ ജീവനായി, മനുഷ്യജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യന് പ്രത്യാശ ലഭിക്കുന്ന, അവന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുന്ന ശക്തിയായി ആത്മാവിൻ്റെ വചനം ശക്തിയായി മനുഷ്യനിൽ പരിണമിക്കുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ദൈവമക്കളെ, 2 വിധത്തിലാണ് ദൈവത്തിൻ്റെ വചനം മനുഷ്യനിൽ പരിവർത്തിക്കും. ഒരു വിഭാഗം ആളുകൾക്ക് ഇന്നും കർത്താവിൻ്റെ വചനം വിലയില്ലാത്തതാണ്, അത് ഭോഷത്വമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് അത് ജീവിതത്തിൽ അനുവർത്തമാക്കുവാൻ, അല്ലെങ്കിൽ വചനപ്രകാരം ജീവിക്കുവാൻ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിച്ച ഒരു ന്യൂനപക്ഷം എക്കാലത്തും ഈ ലോകത്തിലുണ്ട്. ദൈവമക്കളെ, ഈ തിരുവചനം കേൾക്കുമ്പോൾ നാം ചിന്തിക്കണം, ഞാൻ ഏത് വിഭാഗത്തിലാണ്? എനിക്ക് ഈ ക്രൂശിൻ്റെ വചനം വിലയില്ലാത്തതാണോ? അത് ഭോഷത്വമാണോ? അത് വിലയില്ലാത്ത മനുഷ്യരുടെ പണിയാണ്, അല്ലെങ്കിൽ അത് ഉപജീവനത്തിനുള്ള മാർഗമാണ്, അതൊക്കെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്ന് ചിന്തിച്ച് അതിനെയെല്ലാം പരിഹസിക്കുകയും അതിനെയെല്ലാം വെറുക്കുകയും അതിനോടെല്ലാം മറുത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണോ? അതോ യേശുക്രിസ്തുവിൻ്റെ വചനം എനിക്ക് ജീവനും ശക്തിയുമായി എൻ്റെ ജീവിതത്തിൽ പരിണമിച്ചിട്ടുണ്ടോ എന്ന്, കർത്താവിൻ്റെ വചനം എന്നെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്? പ്രിയപ്പെട്ടവരെ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ദൈവം ക്രിസ്തുവിൽ കൂടി ലോകത്തെ തന്നോട് നിരപ്പിച്ചു എന്നുള്ള സന്തോഷ വാർത്തയാണ് ക്രൂശിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രൂശിൻ്റെ വചനം. പിതാവായ ദൈവം തൻ്റെ പുത്രനെ പാപിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാകാൻ ഭൂമിയിലേക്ക് അയച്ചു എന്നും, യേശുക്രിസ്തു കാൽവറിയിൽ പാപിക്ക് വേണ്ടി പരമയാഗമായി തീർന്നുവെന്നും, ക്രിസ്തുവിൻ്റെ രക്തത്താൽ സകല പാപങ്ങൾക്കും മോചനമുണ്ട് എന്നുള്ളതാണ് ആ ക്രൂശിൻ്റെ വചനം. ആ സന്തോഷ വാർത്തയാണ് പ്രിയപ്പെട്ടവരെ, ആ മഹത്വത്തിലേക്കുള്ള വഴിയാണ് ക്രൂശിൻ്റെ വചനം. അതാണ് ഒരു വിഭാഗം ആളുകൾക്ക് ഭോഷത്വമായി തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രൂശിൻ്റെ വചനം ശക്തിയാണോ, കൃപയാണോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അനുഭവം നമുക്കുണ്ടോ? ലോകത്തിൻ്റെ ജ്ഞാനം
ദൈവം ഭോഷത്വമാക്കിയില്ലയോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നിന്ന് അപ്പോസ്തലൻ കോട്ട് ചെയ്ത് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് ലോകത്തിന്റെ ജ്ഞാനം. പ്രിയപ്പെട്ടവരെ, ദൈവം അത് ഭോഷത്വമാക്കിയെന്ന്. ദൈവത്തിന് മനുഷ്യന്റെ ജ്ഞാനം ആവശ്യമില്ല, അല്ലെങ്കിൽ മാനുഷികമായ ജ്ഞാനം കൊണ്ട് ദൈവം പ്രസാദിക്കുന്നില്ല എന്ന്. അപ്പോസ്തലന്മാരുടെ നിരയിലേക്ക് നാം നോക്കുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തലനായ പത്രോസും പ്രിയപ്പെട്ടവരെ പൗലോസും ചേർന്ന് നിൽക്കുകയാണെങ്കിൽ പൗലോസിന്റെ പാരമ്പര്യം നോക്കിയാൽ അപ്പോസ്തലനായ പത്രോസിന് ലോകപ്രകാര ജ്ഞാനമോ പാണ്ഡിത്യമോ പാരമ്പര്യമോ ഒന്നുമുണ്ടെന്ന് തിരുവചനത്തിൽ എങ്ങും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. എന്നാൽ ദൈവം പത്രോസിനെയും തിരഞ്ഞെടുത്തു. നമുക്കറിയാം, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് ഭോഷത്വമാണ്, അത് വിലയില്ലാത്തതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ പലവിധമായ ജ്ഞാനം നേടിയിട്ടുള്ളവരുണ്ട്, വചനത്തെ കീറിമുറിച്ച് പഠനം ചെയ്യുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇന്ന് ബുദ്ധി കൊണ്ട് വചനത്തെ പഠിക്കുന്നുണ്ട്. ദൈവത്തിന്റെ തിരുവചനം പറയും, കോരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയും, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അക്ഷരം, മനുഷ്യന്റെ ജ്ഞാനം, അത് മനുഷ്യന് ജീവൻ നൽകുന്നതല്ല, അത് ആത്മാവിൽ ഉത്തേജനം നൽകുന്നതല്ല. എന്നാൽ ദൈവത്തിന്റെ വചനം അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ വചനമാണ് മനുഷ്യനെ ജീവൻ നൽകുന്നത്. നമുക്ക് വായിച്ചു കേൾക്കാം. കോരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം തന്നെ 21-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട്. ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായകൊണ്ട്. പ്രിയപ്പെട്ട, ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല. ലോകത്തിന്റെ ജ്ഞാനം ഈ ലോകത്തിലെ ജീവിതത്തിന് ഉപകരിക്കുന്നതാണെന്നാൽ അതുകൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല. വായിക്കാം. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രിയപ്പെട്ടവരെ, ഭോഷത്വമെന്ന് മനുഷ്യന്റെ ദൃഷ്ടിയിൽ തോന്നുന്ന, ജ്ഞാനമില്ലാത്തവനെന്ന് തോന്നുന്ന, വചന പാണ്ഡിത്യമില്ലാത്തവരെന്ന് തോന്നുന്ന, പ്രിയപ്പെട്ടവരെ, പ്രസംഗത്തിന്റെ ഭോഷത്വമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ആ പ്രസംഗത്തിലൂടെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നമുക്കറിയാം. അപ്പോസ്തലനായ പത്രോസിന് ഒരു കോഴി കൂകിയപ്പോൾ മാനസാന്തരം വന്നു, അല്ലെങ്കിൽ അനുതാപം വന്നു, കുറ്റബോധം വന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. പഴയ നിയമത്തില് പ്രവാചകനായ ബിലെയാം ദൈവ വഴി വിട്ടു പോകുമ്പോൾ ഒരു ഉടിയാടക്കഴുത മനുഷ്യവാക്കായി പ്രവാചകനോട് സംസാരിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ദൈവത്തിന് മനുഷ്യന്റെ ജ്ഞാനം ആവശ്യമില്ല. ദൈവം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ ഏത് മാർഗമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ജ്ഞാനം അത് പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ പരിവർത്തിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യനുണ്ടാകുന്നത്. അതാണ് ആത്മാവിന്റെ വചനം. ദൈവമക്കളെ, യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു എന്നും യേശുക്രിസ്തു പാപിക്ക് വേണ്ടി മരിച്ചു എന്നും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സകല പാപങ്ങൾക്ക് മോചനമുണ്ടെന്നും യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമുണ്ടെന്നുള്ള ആ സദ്വർത്തമാനമാണ് ക്രൂശിന്റെ വചനം. ഇന്ന് അനേകർക്ക് അത് ഭോഷത്വമാണ്, അത് വിലയില്ലാത്തതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വിലയില്ലാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ക്രൂശിതനായ മശിഹായെ യഹൂദന്മാർക്ക് തങ്ങളുടെ രാജാവായിട്ടോ തങ്ങളുടെ രക്ഷകനായിട്ടോ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. ജ്ഞാനികളായിരുന്ന യവനന്മാർക്ക് ക്രൂശിന്റെ വചനം അത് ജ്ഞാനത്തിന്റെ വചനമായിട്ട് അവർക്ക് തോന്നിയില്ല. പ്രിയപ്പെട്ട യഹൂദനും യവനനും അവർക്കെല്ലാം ക്രൂശിന്റെ വചനം ഭോഷത്വമായി തോന്നി. ഒന്നുകൂടി പറഞ്ഞാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആശ്ചര്യമായി പ്രവർത്തിച്ച കാലത്തും അവർക്കൊന്നും ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷ സ്വായത്തമാക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് അവർക്ക് ഭോഷത്വമായി തോന്നി, അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. രക്ഷകൻ അവരുടെ അരികിലേക്ക് വന്നിട്ടും രക്ഷ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിന്റെ ആ ജീവന്റെ മൊഴി അവർ കേട്ടിട്ടും അതവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കർത്താവായ യേശുക്രിസ്തു അവരുടെ അരികിലൂടെ നടന്നിട്ടും അവർക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജീവന്റെ ദാതാവായ ക്രിസ്തു അവരോട് ചേർന്ന് നടന്നിട്ടും അവർക്ക് ആത്മാവിൽ ജീവൻ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് നിരന്തരം വാദിച്ചിട്ടും യേശുക്രിസ്തുവിന്റെ വചനം നാം നിരന്തരം കേട്ടിട്ടും നാം നാളുകളായി തിരുവചനത്തോട് ചേർന്നിരുന്നിട്ടും ദൈവമക്കളെ, നമുക്ക് കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? രക്ഷകനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവമക്കളെ, യേശുക്രിസ്തു ഒരിക്കൽ യെരുശലേമിനെ നോക്കി കരഞ്ഞു. കാരണം എന്താണ്? കർത്താവിന് മനസ്സായിരുന്നു എന്ത്?
യെരുശലേമേ യെരുശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്തുകൊള്ളുന്ന പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് മനസ്സായില്ല, നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് എന്തു പറ്റി? നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, ആ യഹൂദന്മാര്, പ്രിയപ്പെട്ട യെരുശലേം നിവാസികള് അന്ന് കർത്താവിനെ അറിയാഞ്ഞതുകൊണ്ട് കർത്താവ് മുൻകൂട്ടി കണ്ടു എന്ത്? ഇതിനെല്ലാം വരാൻ പോകുന്ന വലിയൊരു നാശമുണ്ട് എന്ന്. ദൈവമക്കളെ, ഇന്ന് മനുഷ്യൻ തിരിച്ചറിയാത്തൊരു കാര്യമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പാപം ചെയ്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പ്രിയപ്പെട്ടവരെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇന്ന് നാം പാപത്തിലും ദൈവത്തെ അറിയാതെയും ജീവിക്കുന്നുവെങ്കിൽ വലിയൊരു നിത്യനാശം നമ്മെ തേടി വരുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നാം ചിന്തിച്ചു നോക്കണം. ആ നാശത്തിലേക്കാണോ നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വായിക്കാം. കോരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. 2 കോരിന്ത്യർ 4:3. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷം, ജീവന്റെ വചനം, രക്ഷകനായ ക്രിസ്തു മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അവർ നിത്യനാശത്തിലേക്ക് പോകുന്നവരാണ്, അവർ നാശത്തിന്റെ ഉടമകളാണ്. ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ, ലോകത്തിന് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ നാം നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അറിയാതെ ഇന്ന് പ്രിയപ്പെട്ടവരെ അനേകായിരങ്ങൾ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രക്ഷ അവരുടെ അരികിൽ വന്നിട്ടും അവർക്കത് അംഗീകരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ച പോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയവശാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചു കേട്ടത്? സുവിശേഷം അനുസരിക്കാത്തവര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ വല്ലഭത്വത്തോടുകൂടിയ മഹത്വത്തോടുകൂടിയ ആ അനുഗ്രഹം വിട്ടഴന്നു പോകുന്നത് കൊണ്ട് അവര് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യനാശമെന്ന ശിക്ഷാവിധി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ ഭൂമിയില് മനുഷ്യന് ലോകപ്രകാരമുള്ള കോടതികളുണ്ട്, പലവിധമായ ശിക്ഷാവിധികൾ മനുഷ്യൻ ഏറ്റുവാങ്ങുന്നുണ്ട്, കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ട്. എന്നാൽ നമുക്കറിയാം അതിനൊരു കാലാവധിയുണ്ട്, ഒരു പരിധിയുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ തിരുവചനം പറയുകയാണ്, ദൈവത്തെ അനുസരിക്കാത്തവര്, സുവിശേഷം അനുസരിക്കാത്തവര് നിത്യനാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നിത്യശിക്ഷാവിധി അനുഭവിക്കും. ഒരിക്കലും മോചനമില്ലാത്ത നിത്യദണ്ഡനത്തിലേക്ക് അവർ ചെന്നു പറ്റുമെന്ന് നമുക്ക് വായിക്കാം. കോരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം തന്നെ 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ് നാം ആദ്യം വായിച്ചു കേട്ടത്. ജ്ഞാനികളുടെ ജ്ഞാനം നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, 1 കോരിന്ത്യർ 1:26 വാക്യം നമുക്ക് വായിച്ച് അവിടെ നോക്കിയാല് ദൈവം ആരെയാണ് വിളിച്ചത്, എങ്ങനെയുള്ളവരെയാണ് വിളിച്ചത് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവിളി ലഭിക്കുന്നത് ലോകപ്രകാരം എന്തെങ്കിലും കഴിവുകളോ യോഗ്യതകളോ ഉള്ളതുകൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, ലോകപ്രകാരം നോക്കിയാൽ ദൈവം കഴിവുള്ളവരെ വിളിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസമുള്ളവരെ വിളിച്ചിട്ടുണ്ട്, പാരമ്പര്യമുള്ളവരെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവവിളിക്ക് മുഖാന്തരം അതൊന്നുമല്ല. വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ദൈവത്തിന്റെ സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല. ലോകത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ ജ്ഞാനമുള്ളവര്, ജ്ഞാനികള്, പ്രിയപ്പെട്ടവരെ പാണ്ഡിത്യമുള്ളവര് അധികമില്ല. ബലവാന്മാരേറെയില്ല. കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ, പ്രിയപ്പെട്ടവരെ തത്വജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ലോകത്തിൽ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ദൈവമക്കളെ, ഭോഷത്വമായത് തിരഞ്ഞെടുക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, കഴിവില്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, പാരമ്പര്യമില്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവം. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അവഗണനകൾ, നമ്മുടെ പോരായികള് എന്തെല്ലാം ജീവിതത്തിൽ ഉണ്ടെന്ന് നിങ്ങളുടെ ഹൃദയം പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ കേട്ടുകൊള്ളുക.
ബലഹീനന്മാരെ കുലഹീനന്മാരെ എല്ലാം തിരഞ്ഞെടുത്തു എന്നല്ല, പിന്നെയോ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുക്കുന്ന ദൈവം. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ നിസ്സാരനായ എന്നെ തിരഞ്ഞെടുക്കുവാൻ എനിക്കെന്ത് യോഗ്യതയുണ്ട്? ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എന്ത് യോഗ്യത കണ്ടിട്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്? എന്ത് പാരമ്പര്യം കൊണ്ടാണ് ദൈവം എന്നെ വിളിച്ചത്? പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ശ്രേഷ്ഠതയോടെ ജീവിച്ചു എന്നോ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നോ, പിതാക്കന്മാരുടെ കാലത്ത് നന്മ ചെയ്തു എന്നോ, അവർ ദൈവവേദനയിൽ മുന്നിട്ട് നിന്നു എന്നോ ദൈവമക്കളെ ഒന്നും പറയാനില്ല. എന്നാൽ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി, സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ വിളിച്ചു. ദൈവമക്കളെ, ഒന്നുമില്ലാത്ത, ഒരു വിലയുമില്ലാത്ത, പ്രിയപ്പെട്ടവരെ, പാപത്തിൽ ആണ്ടുപോയ, ക്രിസ്തുവിനെ അറിയാതെ ജീവിച്ച, കഴിഞ്ഞ കാലങ്ങളെല്ലാം അന്ധകാരത്തിന്റെ മറപറ്റി ജീവിച്ച പാപികളെ തേടി വന്ന രക്ഷകനായ ക്രിസ്തു ഈ സമയം നിങ്ങളെ വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരാമോ? നിന്റെ തകർന്നു പോയ ജീവിതം എനിക്ക് തരാമോ? നിന്റെ പാരമ്പര്യമില്ലാത്ത ജീവിതം എനിക്ക് തരാമോ? ലോകപ്രകാരം അനേക അവഗണനകളും മനുഷ്യരും നിന്നാ വിഷയമായ നിന്റെ തകർന്നു പോയ ജീവിതം മകളെ എനിക്ക് തരാമോ? ഞാൻ നിന്നെ ഒന്ന് പുതുക്കി മെനയട്ടെ, ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് എഴുന്നള്ളി വരട്ടെ, ഞാൻ നിന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയവാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, വിലയില്ലാത്ത നിന്നെ വിളിക്കുന്ന വിലയുള്ളവനായ ക്രിസ്തുവിന്റെ സ്വരമാണ് നീ ഇപ്പോൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തില് പോഷത്വമായത് തിരഞ്ഞെടുത്തു. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, ലോകപ്രകാരം വലിയ ജ്ഞാനിയായിരുന്നു. ദൈവം വിളിച്ച് പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല ശുശ്രൂഷ ചെയ്തവരിൽ ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ലോകത്തിന്റെ ജ്ഞാനം അഭ്യസിച്ചവനായിരുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്തെല്ലാം പാരമ്പര്യങ്ങളും എന്തെല്ലാം ശ്രേഷ്ഠതകളും ജീവിതത്തിൽ എന്തെല്ലാം ഉന്നമന സ്ഥാനങ്ങളും ഉണ്ടായിരുന്നു എന്ന്. ഒരു കാലത്തതെല്ലാം അപ്പോസ്തലന് അഭിമാന വിഷയങ്ങളായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് പ്രിയപ്പെട്ടവരെ ന്യായപ്രമാണം പഠിച്ചവനായിരുന്നു. യഹൂദ മര്യാദ അനുസരിച്ച് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനായിരുന്നു. ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് ജനിച്ചവനായിരുന്നു. പരീശന്മാരിൽ നിന്ന് ജനിച്ച പരീശനായിരുന്നു. അവിടെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവമക്കളെ, അതെല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ. ലോകപ്രകാരമുള്ള ജ്ഞാനവും ഉന്നത ബിരുദങ്ങളും ലോകത്തിലെ സമ്പത്തും എല്ലാം നല്ലത് തന്നെയാണ് ദൈവമക്കളെ, അതൊന്നും ദോഷമല്ല. എന്നാൽ ദൈവമക്കളെ, അന്ന് അപ്പോസ്തലന്റെ ജീവിതത്തിലേക്ക് പിൽക്കാലത്ത് തിരിഞ്ഞു നോക്കി അപ്പോസ്തലൻ പറയുന്നു, അന്ന് ഞാൻ അറിയേണ്ടവനെ അറിഞ്ഞില്ല, യഥാർത്ഥമായ ജ്ഞാനം എനിക്കില്ലായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം പോഷത്വമായി എണ്ണുന്ന ഈ ലോകത്തിന്റെ ജ്ഞാനവും പാരമ്പര്യങ്ങളും പ്രിയപ്പെട്ടവരെ മതതീഷ്ണതയുമെല്ലാം അപ്പോസ്തലന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. എന്നാൽ മാനസാന്തരപ്പെട്ടപ്പോൾ പൗലോസിന് മനസ്സിലായി എന്ത്? അയ്യോ, അതൊന്നും വിലയുള്ളതല്ലല്ലോ. എന്നെ കൊണ്ട് ആ കാലത്തൊന്നും എൻ്റെ യേശുവിനൊരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. ഞാൻ അതിലെല്ലാം എരിവേറി ക്രിസ്തുവിന്റെ മക്കളെ ഉപദ്രവിച്ചെല്ലാം നടന്ന കാലത്ത് എനിക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലോ എന്ന് ദൈവമക്കളെ അപ്പോസ്തലന് മനസ്സിലായി. അതെല്ലാം പോഷത്വമാണ്, അതെല്ലാം വിലയില്ലാത്തതാണ്. അപ്പോസ്തലൻ പറയും, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്ന് വരെ വിലയുള്ളതെല്ലാം ക്രിസ്തുവിന്റെ കാൽപാദത്തിൽ ഇറക്കി വെച്ചിട്ട് കുരിശിലേക്ക് നോക്കി ദൈവമക്കളെ വിലയേറിയ നീതി അപ്പോസ്തലൻ ഏറ്റുവാങ്ങി. ദമസ്കോസിന്റെ വടിവാതിൽ കിടന്ന അപ്പോസ്തലൻ ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന്, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന്. ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെയും ആയിക്കോട്ടെ, അപ്പോസ്തലൻ പിൽക്കാലത്ത് പറയും, അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ ആ പേരിന് പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിന്റെ 8-9 വാക്യം നമുക്ക് വായിച്ചേക്കാം. അവിടെ അപ്പോസ്തലന് ഒരു അയോഗ്യത പറയുന്നുണ്ട്. ദൈവമക്കളെ, അപ്പോസ്തലന് മനസ്സിലായി എന്ത്? എന്റെ കഴിഞ്ഞ കാലങ്ങളൊന്നും ദൈവം പ്രസാദിച്ചതല്ല എന്ന്, എന്റെ തീഷ്ണതയൊന്നും ദൈവം പ്രസാദിച്ചതല്ല എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അമിത തീഷ്ണത പാപമാണ്. ഏത് കാര്യത്തിലാണെങ്കിലും ഏതിനോടാണെങ്കിലും. പ്രിയപ്പെട്ടവരെ, യെരൂശലേം ദേവാലയത്തിന്റെ ചുവര് കുത്തിച്ചൊന്നിച്ച് അന്ന് പ്രവാചകനെ കാണിച്ചു കൊടുത്തു എന്ത്? തീഷ്ണതാബിംബമെന്ന്. ദൈവമക്കളെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിന് അമിത തീഷ്ണതയായിരുന്നു. എന്തില്?
മതത്തില്, യഹൂദ മതത്തില്, അതിന്റെ ചട്ടവട്ടങ്ങള്, പ്രിയപ്പെട്ടവരെ, അതിനോടെല്ലാം അമിത തീക്ഷ്ണതയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് ആ ദോഷങ്ങളൊക്കെ വരാനിടയായത്. പ്രിയപ്പെട്ടവരെ, സ്തെഫാനോസിനെ കൊന്നപ്പോൾ പൗലോസിന് സമ്മതമായിരുന്നു. അന്ന് ശൗലായിരുന്നു. ആ കല്ലെറിഞ്ഞവരുടെ വസ്ത്രം കാക്കാൻ പോയി. ദൈവമക്കളെ, പിൽക്കാലത്ത് എത്രമാത്രം അപ്പോസ്തലനിരുന്ന് അനുദപിച്ച് കാണും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമേ, നിന്നെ അറിയാതെ ജീവിച്ചത് കൊണ്ട്, കർത്താവെ, നിന്നെ അറിയാതെ ജീവിച്ചത് കൊണ്ട് ഞാൻ യഹൂദ മതത്തിന് വേണ്ടിയും മഹാപുരോഹിതന്മാരുടെ ആ പ്രീതിക്ക് വേണ്ടിയും എന്തെല്ലാം പാപം ചെയ്തു പോയി എന്ന്, ഏതെല്ലാം തിന്മകളിൽ ഞാൻ വീണുപോയി എന്ന് ദൈവമക്കളെ ഒന്ന് പുറകോട്ട് നോക്കിയേ. കർത്താവിനെ അറിയാതെ ജീവിച്ച കാലത്ത് ഏതെല്ലാം അബദ്ധങ്ങളിലും ഏതെല്ലാം പാപങ്ങളിലും എത്രയെത്ര ബന്ധനങ്ങളിലുമെല്ലാം നാം ചെന്ന് പറ്റിയെന്ന് ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് ധ്യാനിക്കാറുണ്ട്. ലാസറിന്റെ മരണക്കിടക്കയുടെ അരികില് പ്രിയപ്പെട്ടവരെ, കർത്താവ് വന്നപ്പോൾ മാർത്തയും മറിയും ഒരുമിച്ച് രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന്. ദൈവമക്കളെ, ഈ തിരുവചനം പറയാൻ നിൽക്കുന്ന ഈ ബലഹീനനും നിസ്സാരനുമായ ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് പറയാറുണ്ട്, കർത്താവേ, എൻ്റെ ബാല്യകാലത്തില് ഞാൻ ജീവന്റെ വചനം കേട്ടതാ, എൻ്റെ മാതാപിതാക്കളുടെ കൂടെ കൂട്ടായ്മയിൽ വന്നതാ. എന്നാൽ കർത്താവെ, അന്ന് നിന്നെ അറിയേണ്ടതുപോലെ അറിയാതെ പോയത് കൊണ്ട്, സമർപ്പണമെടുക്കാതെ പോയത് കൊണ്ട് ദൈവമക്കളെ, ഏതെല്ലാം തിന്മകളിൽ അകപ്പെട്ടു പോയി, ജീവിതം മുരടിച്ചു പോയി, ഭാവി ഇരുളടഞ്ഞു പോയിരുന്ന എത്രയോ കാലങ്ങള് ദൈവമക്കളെ ഞാൻ പറയട്ടെ. എന്നാൽ ഭാഗ്യവശാല് ദൈവമക്കളെ, എനിക്ക് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാനുള്ള പിന്നെയും ഭാഗ്യം ലഭിച്ചു എന്ന് ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ ക്രിസ്തുവിനെ അറിയാതെ ജീവിച്ചത് കൊണ്ട്, ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാത്തത് കൊണ്ട് ദൈവമക്കളെ, സഭയുണ്ട്, പാരമ്പര്യമുണ്ട്, എല്ലാം ഉണ്ടെന്നാൽ സഹോദര, ഇന്ന് പുറകോട്ട് നോക്കിയാൽ, ഹൃദയത്തിലേക്ക് നോക്കിയാൽ ഏതെല്ലാം തിന്മകളും ഏതെല്ലാം പാപങ്ങളും എത്രയെത്ര ബന്ധനങ്ങളും എൻ്റെ സഹോദര നിന്റെ ജീവിതത്തെ കാർന്നു നിന്നില്ല മകനെ. എന്നാൽ നീ പ്രഭാതകാലം കേട്ടുകൊള്ളുക, അതൊന്നും കണക്കിടാതെ മകനെ, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ മാടി വിളിക്കുന്ന യേശു നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. ദൈവത്തിലെ കാൽവറിയിലെ സ്നേഹം നൂറ്റാണ്ടുകളായി എപ്പേർപ്പെട്ടവരെയും മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, 1-ാം നൂറ്റാണ്ട് മുതൽ ഈ കാലം വരെയും യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെയുള്ള ആ രക്ഷയുടെ വചനം കാലാകാലങ്ങളിൽ ദൈവം തന്നെ പ്രവാചകന്മാരിലൂടെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ധനവാനായ മനുഷ്യൻ യാതനാ സ്ഥലത്ത് കിടന്ന്, അബ്രഹാം പിതാവേ, ആ ലാസറിനെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ഒന്ന് അയക്കണം, അവൻ ചെന്നൊരു സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത്? ഭൂമിയിൽ മോശയും പ്രവാചകന്മാരും ഉണ്ട്. ദൈവമക്കളെ, ഒരുപക്ഷെ മോശയുടെ ആയിരുന്നില്ല, അറിയുക, മോശയും പ്രവാചകന്മാർ. ദൈവമക്കളെ ഞാൻ പറയട്ടെ, കാലാകാലങ്ങളിൽ ദൈവമക്കളെ എന്തെല്ലാം അനീതിയും അധർമ്മവും പ്രിയപ്പെട്ടവരെ ഏതെല്ലാം സഭകളിലോ മനുഷ്യ കുലത്തിലോ വന്നാലും നിങ്ങൾ ഓർത്തുകൊള്ളുക, കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും പരിശുദ്ധാത്മാവിന്റെ വചനം, സത്യത്തിന്റെ വചനം, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന വചനം കാലാകാലങ്ങളിൽ ദൈവം തന്റെ മൃതന്മാരിലൂടെ ഈ ലോകത്തിൽ വിളമ്പിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, വീണ്ടെടുക്കപ്പെട്ടവരെ കർത്താവിന്റെ സഭയോട് ചേർക്കാൻ എന്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അസത്യത്തിന്റെ വചനം കേൾക്കാൻ നമുക്ക് ഈ തലമുറയിൽ ഭാഗ്യം ലഭിച്ചു. എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടെടുപ്പുകാരനെ കണ്ടുമുട്ടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടോ? എനിക്ക് യേശുവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിച്ചല്ലോ, എനിക്കൊരു സമർപ്പണമെടുക്കാൻ ഭാഗ്യം ലഭിച്ചല്ലോ, എന്റെ ജീവിതം കുരിശിന്റെ വീട്ടിൽ ഇറക്കി വെക്കാൻ ഭാഗ്യം ലഭിച്ചല്ലോ. എന്റെ ദൈവത്തിലെ നിന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടോ? എന്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ക്ഷമിച്ചു തന്ന അരിമനാഥന്റെ സ്നേഹം, ദൈവമക്കളെ, നിങ്ങൾ ആ സ്നേഹം അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ആ കുരിശിലേക്ക് നോക്കാറുണ്ടോ? കഴിഞ്ഞ കാലങ്ങളെല്ലാം കഴുകും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളെല്ലാം ക്ഷമിച്ചു തരും പ്രിയപ്പെട്ടവരെ. തിരുവചനം പറയും, അതെല്ലാം ഒരു തിരികല്ല് കെട്ടി സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഇട്ടുകളയുന്ന പോലെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ആഴത്തിലേക്ക് ഇട്ടുകളയുന്ന കാൽവറിയിലെ സ്നേഹം. സഹോദര, നീ ഇനി കഴിഞ്ഞ കാലത്തിലേക്കൊക്കെ നോക്കി നിരാശപ്പെട്ടിരിക്കല്ലേ, കഴിഞ്ഞ കാലത്തിലേക്ക് നോക്കി നീ കുമ്പിട്ടിരിക്കല്ലേ. മകനെ, കുരിശിലേക്ക് നോക്കി തലയുയർത്തി നോക്കും മകനെ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ്, അവന്റെ സ്നേഹത്തിന്റെ വ്യാപാരം, അവന്റെ തിരുരക്തത്തിന്റെ അത്ഭുത ശക്തി, ദൈവത്തിലെ അതെല്ലാം നിനക്ക് പകർന്നു തന്ന കാലങ്ങൾ. മകനെ, നീ യേശുവിനെ അനുഭവിച്ച കാലങ്ങൾ, ദൈവസ്നേഹത്തിൽ മതിമറന്നു കിടന്ന കാലങ്ങൾ,
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നതെല്ലാം കുറഞ്ഞു പോയോ? ഇന്ന് നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോയോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പലതിൻ്റെ പിന്നാലെ പോയവരാണോ? പിന്നെയും നമ്മെ വിളിക്കുന്ന കാൽവറിയിലെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, നാം തിരുവചനത്തിൽ വായിച്ചിട്ടുണ്ട്, ദാവീദ് മല്ലനായ ഫെലിസ്ത്യ മല്ലനായ ആ ഗോലിയാത്തിന്റെ മുമ്പിലേക്ക്, പ്രിയപ്പെട്ടവരെ, 40 ദിവസം ഇസ്രായേലിനെ വെല്ലുവിളിച്ച ആ ഫെലിസ്ത്യമലനായ ഗോലിയാത്തിന്റെ മുമ്പിൽ പോകുമ്പോൾ പടച്ചട്ടയും വാളും പ്രിയപ്പെട്ടവരെ എല്ലാം ഉള്ളവനായി നിൽക്കുന്ന അധികായകനായ ഗോലിയാത്തിന്റെ മുമ്പിലേക്ക് ദാവീദ് പോകുമ്പോൾ ദാവീദിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു കവണിയും 5 കല്ലുമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അതിനെന്തെങ്കിലും വിലയുണ്ടോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഭോഷത്വമായതാണ് ദൈവത്തിന്റെ മുമ്പിൽ വിലയുള്ളത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, അതിന്റെ 11-ാം അധ്യായത്തില് വേശ്യാപുത്രനായ ഇഫ്താഹ്, അവനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവന്റെ അപ്പനെയും സഹോദരന്മാരെയും എല്ലാം വിട്ട് അവൻ തോമ്പ് ദേശത്ത് ചെന്ന് നിസ്സാരന്മാരോടുകൂടെ ജീവിതം തുലച്ചു കളഞ്ഞവനായിരുന്നു. ദൈവമക്കളെ, ഒരു പ്രതീക്ഷയും ഇല്ലാത്തവനായിരുന്നു. എന്നാൽ നാം മനസ്സിലാക്കണം, ഒരു ദിവസം ദൈവവിളി അവന്റെ മേൽ വന്നു എന്ന്. വേശ്യാപുത്രനാണെങ്കിലും സ്വന്തക്കാർക്ക് വിലയില്ലാത്തവനായിരുന്നുവെങ്കിലും ദൈവം അവനെ തിരഞ്ഞെടുത്തു. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, വിലയില്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്ന, ജ്ഞാനമില്ലാത്തവനെ വിളിക്കുന്ന, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം. ദൈവമക്കളെ, അപ്പോസ്തലന്റെ ജ്ഞാനമെല്ലാം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വിലയില്ലാത്തതാണെന്ന് കണ്ടുമുട്ടി ക്രിസ്തുവിന്റെ വാദപീഠത്തിൽ ഇറക്കി വെച്ചു. ദൈവമക്കളെ, ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിലയുള്ളതെല്ലാം, നമുക്ക് വിലയേറിയതായെല്ലാം, നമ്മുടെ ജീവിതത്തിൽ അഭിമാന വിഷയങ്ങളെല്ലാം ക്രൂശിന്റെ ചുവട്ടിൽ ഇറക്കി വെച്ച്, കർത്താവേ, ഞാനൊരു ബലഹീനനാണെന്ന്, ഒരു നിസ്സാരനാണെന്ന്, എൻ്റെ കർത്താവേ കഴിവില്ലാത്തവനാണെന്ന്, എൻ്റെ കർത്താവേ നിന്റെ ആണിപ്പാടുള്ള കരമിപ്പോൾ എന്നെ പിടിച്ച് കുരിശിന്റെ പാതയിൽ എന്നെ മുമ്പോട്ട് നടത്തണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.